ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ മാങ്ങയും മുരിങ്ങയ്ക്കയും ചേർത്ത് വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും കാണുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണോ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ വെച്ചതെന്ന് നോക്കാം. ഇതിന് ഒരു അരപ്പ് റെഡിയാക്കണം. ഇത് ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരകിയെടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 ചെറിയ ഉള്ളി. ഈ ഉള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തരിതരിപ്പായി അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റിൻ്റെ ആവശ്യമില്ല. വറുത്ത് എടുത്ത കൊച്ചിനെ ഇതുപോലെ ഒരു മുറത്തിലിട്ടിട്ട് ഒരു ചിരട്ടയോ തടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മാറ്റിയെടുക്കണം. ഇതുപോലെ ഈ സൈഡിൽ അതിൽ നമുക്ക് വേണ്ടാത്ത അവശിഷ്ടങ്ങളൊക്കെ ഇതുപോലെ ഈ സൈഡിൽ വരും. ഇതിനെ നമുക്ക് കളയാം. എന്നിട്ട് നന്നായിട്ടുള്ള ഈ സൈഡിലുള്ളതിനെ കഴുകി എടുക്കാം. ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ വരും പാറ്റുമ്പോഴത്തേക്കും. മുരിങ്ങയ്ക്കയും മാങ്ങയും ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു 2 മുരിങ്ങയ്ക്ക ഞാൻ എടുത്തു. മുരിങ്ങയ്ക്ക ഇതുപോലെ ഇതിൻ്റെ പൂപ്പലിൽ നിന്ന് കളഞ്ഞതിന് ശേഷം എടുക്കണം. ഇങ്ങനെ ഇതുപോലെ കളയണം. ഇനി ഇതുപോലെ ഈ സൈസിൽ അരിഞ്ഞ് കഴുകിയതിന് ശേഷം ഇങ്ങനെ നടുകെ കൂടെ കീറി നമുക്കെടുക്കാം. അതുപോലെ മാങ്ങയും തൊലി കളഞ്ഞ് അരിഞ്ഞ് എടുക്കാം. മുരിങ്ങയ്ക്കയും മാങ്ങയും അരിഞ്ഞെടുത്തു. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 മതി. പുളി കുറവുള്ളതാണെങ്കിൽ നമ്മുടെ പുളിക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മാങ്ങ വന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന രീതി ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കാനല്ല, ഇത് നമുക്ക് ഒരു സീസൺ കഴിഞ്ഞാലും ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൂടെ കൊടുക്കാം, കാർഡ്സിലും കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുക്കുന്നില്ല, ഇത് ഞാൻ വെറുതെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മാങ്ങയുടെ സീസൺ, ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത സീസൺ വരെ നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഈ മാങ്ങ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വൃത്തിയാക്കിയ കൊഞ്ച് കഴുകിയെടുത്തു. ഇനി നമുക്കതിൽ കൂട്ട് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച കൂട്ട് ആവശ്യത്തിന് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ഈ മാങ്ങയും മുരിങ്ങയ്ക്കയും ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടാം. ആദ്യം നമുക്ക് കുറച്ചിടാം, പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കിത് അടുപ്പിൽ വയ്ക്കാം. ഒരു പച്ചമുളക് കീറിയെടുത്തത്, ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ എടുത്തു. സാധാരണ ഞാൻ മാങ്ങയിട്ട മീനിലൊന്നും ഇഞ്ചി ഇടാറില്ല. ഇത് കൊഞ്ചായതുകൊണ്ട്, ഉണക്ക കൊഞ്ചായതുകൊണ്ട് ഒരു അല്പം ഇഞ്ചി കൂടെ ചേർക്കുന്നു. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരല്പം ഗ്യാപ്പ് വിട്ട് അടയ്ക്കാം. ഈ ഒരല്പം കുറച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന്
മാറ്റി വയ്ക്കാം. ഞാൻ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. മുരിങ്ങയ്ക്കയ്ക്ക് നല്ല വേവുണ്ട്. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷെ മുരിങ്ങയ്ക്ക ഒരല്പം താമസിക്കും. അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, ഉപ്പ് ഇത്തിരി കുറവായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്ന് ചുറ്റി വെച്ച് കൊടുത്തു. ഇപ്പോൾ തീ ഞാൻ കുറച്ച് ലോയിലാണ് വെച്ചിരിക്കുന്നത്, അടിക്ക് പിടിക്കാതിരിക്കാൻ. ഇനി നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ പുറത്ത് ഒഴിച്ച് കൊടുക്കാം. ചെമ്മീന് മാങ്ങയും മുരിങ്ങയ്ക്കയും ചേർത്ത് വെച്ചത് ഇവിടെ റെഡിയായി. ഞാൻ അല്പം വെളിച്ചെണ്ണ കൂടെ പുറത്തൊഴിച്ച് കൊടുത്തു, കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ.